വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിക്കുക എന്നുള്ളത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് മിക്ക ചോദ്യങ്ങളും ആവർത്തിച്ച് വരാറുണ്ട് എന്നുള്ളതാണ്. ഒരു പരീക്ഷ നടക്കുമ്പോൾ അതിൽ 40-45% ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആകാറുണ്ട്, അല്ലെങ്കിൽ അതിൽ അനുബന്ധ ഉത്തരങ്ങളാകാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റിന്റെ ഒരു എക്സാം PSC നടത്തുകയുണ്ടായി. അതിന്റെ ആൻസർ കീ അടക്കം നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ക്ലാസ് ആണ്, അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. കുളച്ചിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മ. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശി രാജ നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? മലബാർ. വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമത്വ സമാജം. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ച നേതാവ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം സന്ധി. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. ഇന്ത്യൻ നിർമ്മാണ സഭയുടെ പേരെന്താണ്? പാർലമെന്റ്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം എവിടെയാണ്? പാരീസ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി? സോജൻ ജോസഫ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം? 1917. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരം. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഏതാണ്? ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? തുമ്പ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്ര? 6. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്കുശാലകൾ സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ ചേർക്കുന്നു. ശരിയായ ജോഡികൾ ഏവ? ശരിയായത് ഞാൻ വായിക്കാം. ദുർഗാപൂർ, ബ്രിട്ടൻ. ഭിലായ്, സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏവ? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, മെച്ചപ്പെട്ട ജലസേചന സൗകര്യം, കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം തുടങ്ങിയവയാണ്. ഓപ്ഷൻ 3 തന്നിട്ടുള്ളൂ, 3 ശരിയാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 3ാം പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തിയാണ് സർദാർ KM പണിക്കർ. ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയുടെ പേരാണ് UPS. ഇത് എന്താണ്? പുതിയ പെൻഷൻ പദ്ധതിയാണ്. ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വ്യക്തി. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1084. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ തരാം ഞാൻ. മണ്ണാർക്കാട്, കോന്നി, തെന്മല, അച്ചൻകോവിൽ. ഉത്തരം മണ്ണാർക്കാടാണ്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി. താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത ഏതാണ്? ജില്ലകള് വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം.
ഓപ്ഷനിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഉത്തരം കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ്. പിന്നെ കൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ ഇല്ല, നാഷണൽ ഹൈവേ ഇല്ല, മെഡിക്കൽ കോളേജ് ഇല്ല എന്നൊക്കെയാണ്. അതൊന്നും ശരിയല്ല. കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ്. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോ വെള്ളായണി തടാകം തിരുവനന്തപുരം, അതാണ് ശരിയായത് കേട്ടോ. വെള്ളായണി തിരുവനന്തപുരം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പറയാം ഞാൻ. ഇത് കാനഡയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ്. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിന്റെ ഭാഗമാണ്. വൈദ്യുതി ഉണ്ടാക്കിയതിനു ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിലാണ് എത്തിച്ചേരുന്നത്. ഇത് മൂന്നും ശരിയാണ് കേട്ടോ. അടുത്തത്, സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഏതാണെന്ന് തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾ ഇവിടെ പ്രശസ്തമാണ്. ഇപ്പൊ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 1984 ഇത് ആരംഭിക്കുന്നു. പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഉത്തരം അറിയാലോ, ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രം. കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവുമുള്ള മുനിസിപ്പാലിറ്റികളുള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്താൻ. ഏറ്റവും കൂടുതലും, ആദ്യം കൂടുതലും രണ്ടാമത് കുറവും. ഉത്തരം എറണാകുളം, ഇടുക്കി. ഏറ്റവും കൂടുതലുള്ളത് എറണാകുളത്തും കുറവുള്ളത് ഇടുക്കിയുമാണ്. കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? 7 പേര്. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു. അതിൽ ചേരാത്തത് കണ്ടെത്തുക. സിന്ധു, ചിനാബ്. അപ്പൊ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗംഗ, കോസി, യമുന, ടോൺസ് ഇതൊക്കെ ശരിയാണ്. ബ്രഹ്മപുത്ര, ഗാഗര അത് തെറ്റാണ്. ഉത്തരമഹാസമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടാണ് മരുസ്ഥലി ഭാഗർ മേഖലകൾ കാണപ്പെടുന്നത്? ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. രാജസ്ഥാൻ സമതലത്തിലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക്, അതായത് വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്ന രീതിയിൽ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ശരിയായിട്ടുള്ള രീതിയിൽ വായിക്കാം. കണ്ഡല, ഗുജറാത്തില് കണ്ഡല തുടങ്ങി, അതിനുശേഷം മുംബൈ, മർമഗോവ, മംഗലാപുരം. കണ്ഡല, മുംബൈ, മർമഗോവ, മംഗലാപുരം. ഇനി ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി ഏതാണെന്ന് തിരിച്ചറിയുക. ഞാൻ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എന്റെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എന്റെ പോഷക നദികളാണ് ഇബ്ബുൺ, തെല്ലും. അപ്പോ ഹിരാക്കുഡ് അണക്കെട്ട് എന്റെ കുറുകെ നിർമ്മിച്ചിരിക്കണേന്ന് തന്നപ്പോ തന്നെ നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടില്ലേ? ബാക്കി ഒന്നും അറിഞ്ഞില്ലെങ്കിൽ കൂടെ ഏതാണ് മഹാനദി? എപ്പോഴും ഹിരാക്കുഡും മഹാനദിയും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗം അല്ലാത്തത് ഏതാണ്? പടിഞ്ഞാറൻ തീരസമതലങ്ങൾ കൊങ്കൺ തീരസമതലം, ഗുജറാത്ത് സമതലം, മലബാർ തീരസമതലം. കിഴക്കാണ് കോറമാൻഡൽ. അപ്പൊ കോറമാൻഡൽ ആണ് തെറ്റ് ട്ടോ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. മനു ബാക്കർ വെങ്കല മെഡൽ ശരിയാണ്. സ്വപ്നിൽ കുശാലെ വെങ്കല മെഡൽ. ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വെങ്കല മെഡൽ. നീരജ് ചോപ്ര വെങ്കല മെഡൽ. അപ്പൊ നീരജ് ചോപ്രയാണ് തെറ്റ്, ബാക്കിയൊക്കെ ശരിയാണ് കേട്ടോ. ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? എവിടേക്ക് പ്രധാനമന്ത്രി പോവുകയുണ്ടായേ? പോളണ്ട്, ഉക്രൈൻ. ഏതാണ്? പോളണ്ടും ഉക്രൈനും. തിരുവനന്തപുരം ജില്ലയിൽ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഞാൻ വായിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് തിരുവനന്തപുരത്തെ പാറാട്ടുകോണം. 2014 ജാനുവരി 1 ഇത് ഉദ്ഘാടനം ചെയ്തത്. അത് രണ്ടും ശരിയാണ്. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏത് പേരിൽ അറിയപ്പെടുന്നു? തന്മുദ്ര. കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ പഠിപ്പിച്ചപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ, ഭംഗിയായിട്ട് ക്ലാസ് കണ്ടു നോക്കാം. സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? ദൂരദർശൻ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്?
ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. ശരിയാണ്. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. അതും ശരിയാണ്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണിത് പ്രഖ്യാപിച്ചത്. അതും ശരിയാണ്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. ഇതൊക്കെ ശരിയായിട്ടുള്ള ഉത്തരങ്ങളാണ്. കേരളത്തിൽ നിന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആരാണ്? മിന്നുമണി. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസർ എന്ത് പേരിൽ അറിയപ്പെടുന്നു? കൈരളി. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട്. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് ലൂയിസ് അല്ലെങ്കിൽ ഡക്വർത്ത് നിയമം അല്ലെങ്കിൽ ലൂയിസ് മഴ നിയമം? ഏതാണ്? ക്രിക്കറ്റ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്താൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്ത്? വിദ്യാവാഹൻ. വംശനാശന ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കുരുവിക്കൊരു കൂട്. കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം ഏതാണ്? പ്രിയങ്ക. ചുവടെ നൽകിയിരിക്കവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസില് ശരിയായത് ഞാൻ വായിക്കാം. ഡോക്ടർ സലിം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് MS രാധാകൃഷ്ണൻ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് മികച്ച വ്യക്തിയാണ്. അതുപോലെ MS സ്വാമിനാഥൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ്. APJ അബ്ദുൽ കലാം ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തിയ കൃഷി ശാസ്ത്രജ്ഞനാണെന്നൊക്കെയാണ്. ഇതൊക്കെ തെറ്റാണല്ലോ. അടുത്തത്, ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 300, 206. അതായത് ആദ്യം 300 ആണ്, പിന്നെ പ്രായപൂർത്തിയാകുമ്പോൾ 206 എല്ലുകൾ മാറുന്നു. അടുത്തത്, മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരു ആൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏതെല്ലാം ഉപയോഗിക്കണം എന്നാണ് ചോദിക്കുന്നത്. നെല്ലിക്ക, മുരിങ്ങ ഇല. അടുത്തത്, ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചെരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്താ? അപവർത്തനം. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ തലവനായ നോബൽ സമ്മാന ജേതാവ് ആരാണ്? മുഹമ്മദ് യൂനസ്. ഖാദർ കമ്മിറ്റി എന്തിനെ കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? സ്കൂൾ വിദ്യാഭ്യാസം. തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിന്റെ നാമകരണം നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ക്രോമിയം. സിങ്കിന്റെ അയിര് ഏതാണ്? കലാമിൻ. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? കാൽസ്യം. ചില ശുദ്ധപദാർത്ഥങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യത്തിന്റെ പേരെന്താണ്? ആർദ്രം മിഷൻ. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു പദ്ധതികളുടെ ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾ കണ്ടു നോക്കൂ. മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനത്തിന്റെ പേരെന്താണ്? പ്രത്യാശ ഭവൻ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ജഗത് പ്രകാശ് നന്ദ. കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കുരങ്ങുപനി. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് ആരാണ്? കാറ്റനിൽ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ തുടങ്ങിയവരാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് A വാക്സിൻ ഏതാണ്? ഹാവിഷ്യൂർ. മലമ്പനി പകർത്തുന്ന വാഹക ജീവി ഏതാണ്? അനോഫിലസ് കൊതുക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ്, പോളിയോ, ചിക്കൻഗുനിയ. ഇതൊക്കെ വൈറസ് രോഗങ്ങളാണ് അല്ലെ? ഡിഫ്തീരിയ വൈറസ് രോഗമല്ല. എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്നു. ശരിയാണ്. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. അതും ശരിയാണ്. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ എയ്ഡ്സ് പകരുന്നു. അത് തെറ്റാണ്. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതാണ്? മാംസ്യം. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നൽകിയിരിക്കുന്നു. അവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. വൈറ്റമിൻ A ബെറിബെറി, വൈറ്റമിൻ B കണ,
വൈറ്റമിൻ ഡി നിശാന്തത, വൈറ്റമിൻ സി സ്കർവി. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? വൈറ്റമിൻ സി സ്കർവി, അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 2024 ലോക ആരോഗ്യ ദിന പ്രമേയം എന്താണ്? എന്റെ ആരോഗ്യം എന്റെ അവകാശം. ഇതൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് തന്നപ്പോ തന്നിട്ടുള്ളതാണ്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥയുടെ പേരെന്താണ്? പക്ഷാഘാതം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ്? വർദ്ധിച്ച വിശപ്പും ദാഹവും, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം തുടങ്ങിയവ. അപ്പൊ ഇത്രയാണ് നമ്മൾ 80 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയുടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇതിൽ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും പല ചോദ്യങ്ങളും നമ്മൾ മുമ്പ് പരീക്ഷകളിൽ കേട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ഇവ കേൾക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളെങ്കിലും നമ്മൾ മനഃപ്പാടമാക്കുകയാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ഇതിൽ നിന്നൊരു 5 ചോദ്യം വരികയാണെങ്കിൽ 5 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.